Hello dears, welcome to Measure Up, exploring length, width and height. മെഷർമെൻറ്റ്സിൽ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ലെങ്ത്ത്. എന്താണ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നീളം അളക്കുന്നത് എങ്ങനെയാണ് അളക്കുക? റൂളേഴ്സ്, സ്കെയിൽ യൂസ് ചെയ്യും. പിന്നെ സെൻറ്റിമീറ്റർ, മീറ്റർ എന്നൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഏതിനാണ് നമ്മൾ ഏത് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അളക്കുക നോക്കാം. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കെയിലുണ്ടല്ലോ, സാധാ സ്കെയിലിൽ 1 എന്ന് എഴുതുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു വരകൾ കാണാറില്ലേ? ഇതുപോലെയുള്ള കുഞ്ഞു വരകൾ. അപ്പോൾ ഇതാണ് ഒരു സ്കെയിലിൽ ആ ഒരു ഡിസ്റ്റൻസാണ് മില്ലിമീറ്റർ. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് വരുന്നത് നമ്മുടെ ഒരു വിരലിൻ്റെ അത്ര പോരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിരലൊക്കെ അളക്കുമ്പോൾ അല്ലെങ്കിൽ വിരലിനേക്കാൾ ചെറിയ സാധനങ്ങൾ അളക്കുമ്പോൾ നമ്മളെപ്പോഴും മില്ലിമീറ്ററിൽ അളക്കും. ഇപ്പോൾ പുസ്തകത്തിൻ്റെ ഒരു പേജിൻ്റെ കട്ടി, ഒരു കാർഡ്ബോർഡിൻ്റെ കട്ടി, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ മില്ലിമീറ്ററിൽ അളക്കും. പിന്നെ ഉള്ളത് സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നിങ്ങൾ അളക്കണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ബോക്സിലുള്ള സ്കെയിലുണ്ടല്ലോ, അതൊരു 15 സെൻറ്റിമീറ്റർ സ്കെയിലാണ്. അപ്പോൾ അതൊരു 10 പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു 8 പ്രാവശ്യമൊക്കെ വെച്ചാൽ ഏതാണ്ട് നിങ്ങളുടെ ഹൈറ്റൊക്കെ കിട്ടും. നമ്മൾ ഹൈറ്റ് പറയുമ്പോൾ എപ്പോഴും സെൻറ്റിമീറ്ററിലാണ് പറയുക. നമ്മളെക്കാളും ഹൈറ്റ് കൂടിയ ഡോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അളക്കുക നമ്മൾ മീറ്ററിലാണ്. പിന്നെ എന്തൊക്കെ നമ്മൾ മീറ്ററിൽ അളക്കും? വാഹനങ്ങളുടെ നീളം, വലിയ വലിയ മൃഗങ്ങളുടെ നീളം, പിന്നെ ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങൾ, 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുക എങ്ങനെയാണ്? കിലോമീറ്ററിലാണ്. ഇത് 10 മില്ലിമീറ്ററാണ് 1 സെൻറ്റിമീറ്റർ. അത് 10 നമ്മൾ ഇപ്പോൾ പറഞ്ഞു അല്ലേ? ഈ ഒരു റൂളർ എടുത്ത് നോക്കിയാൽ 10 മില്ലിമീറ്ററാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ 1 നിന്ന് 2ലേക്ക് 10 മില്ലിമീറ്റർ ഉണ്ടാവും. നെക്സ്റ്റ് 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കൈയും തുറന്ന് പിടിച്ചാൽ എത്ര ഉണ്ടാവുക? ഏതാണ്ട് ആ ഒരു ലെങ്ത് ആയിരിക്കും 1 മീറ്റർ. പിന്നെ 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. 1000 മീറ്റർ ചേർന്നാലാണ് 1 കിലോമീറ്റർ ആവുക. എന്ന് പറഞ്ഞാൽ നല്ല ദൂരം വന്നു അല്ലേ? ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇഫ് യു മെഷർ എ പെൻസിൽ ദാറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് ആഡ് അനദർ പെൻസിൽ ഓഫ് 5 സെൻറ്റിമീറ്റർ, വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത്ത്? നമ്മൾ 2 പെൻസിൽ എടുക്കുന്നു. ഒന്ന് 10 സെൻറ്റിമീറ്റർ, ഒന്ന് 5 സെൻറ്റിമീറ്റർ ഉള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 15 സെൻറ്റിമീറ്റർ അല്ലേ? ഒരു 10 സെൻറ്റിമീറ്റർ ഒരു 5 സെൻറ്റിമീറ്ററും കൂട്ടിയാൽ ടോട്ടൽ 15 സെൻറ്റിമീറ്റർ, 15. നെക്സ്റ്റ്, ഇഫ് എ റോപ്പ് ഈസ് 2 മീറ്റേഴ്സ് ലോങ് ആൻഡ് യു കട്ട് ഓഫ് 50 സെൻറ്റിമീറ്റർ, ഹൗ ലോങ് ഈസ് ദ റിമൈനിങ് പീസ്? ഒരു 2 മീറ്റർ നീളമുള്ള റോപ്പ്, നിങ്ങളത് 50 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊന്ന് ആദ്യം അറിയണം, 2 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 200 സെൻറ്റിമീറ്ററാണ്. നേരെ പകുതി എടുത്താൽ ഇവിടെ 100ഉം ഇവിടെ 100ഉം വരും അല്ലേ? 100ൻ്റെ പകുതിയല്ലേ 50. അപ്പോൾ 50 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? ഇവിടെ 50 ഉണ്ട്, ഇവിടെ 100 ഉണ്ട്. ടോട്ടൽ 150, അതായത് 1.5 മീറ്റേഴ്സ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദീസ് ഈസ് ലോങ്ങർ? ഇതിലേതാണ് ലോങ്ങർ? 100 സെൻറ്റിമീറ്റർ ആണോ 1 മീറ്റർ ആണോ? 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ തന്നെയല്ലേ? 1 മീറ്ററും രണ്ടും സെയിം ആണ്. ബോത്ത് ആർ സെയിം. നെക്സ്റ്റ്, ഇഫ് എ ഡോർ ഈസ് 2 മീറ്റേഴ്സ് ഹൈ, ഹൗ മെനി സെൻറ്റിമീറ്റേഴ്സ് ഈസ് ദാറ്റ്? 2 മീറ്റർ ഉണ്ട് ഒരു ഡോറിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്ര ലെങ്ത്തായി അതിന്? 200 സെൻറ്റിമീറ്റർ അല്ലേ? 200 സെൻറ്റിമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ ലെങ്ത് ഓഫ് ദ സ്ട്രോസ് ആർ മാർക്ക്ഡ് ആസ് ഫോളോസ്. 4 സ്ട്രോയുടെ ലെങ്ത്ത് ഇവിടെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ കളർ ദേ ആർ റിട്ടേൺ ഇൻ ഇൻക്രീസിങ് ഓർഡർ. ഇതിന് ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ കളേഴ്സ് നോക്കിയിട്ട് എഴുതണം. അപ്പോൾ ഫസ്റ്റ് ഏത് വരണം? ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് വരണം. ഫസ്റ്റ് യെല്ലോ വരണം, പിന്നെ ഗ്രീൻ വരണം, പിന്നെ പിങ്ക് വരണം, പിന്നെ റെഡ് വരണം. അതേത് ഓപ്ഷൻ? യെല്ലോ, ഗ്രീൻ, പിങ്ക്, റെഡ് വരുന്നത് ഓപ്ഷൻ നമ്പർ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഈസ് ലോങ്ങർ, 1 മീറ്റർ റോപ്പ് ഓർ 120 സെൻറ്റിമീറ്റർ റോപ്പ്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണ്, 120 സെൻറ്റിമീറ്ററും ഉണ്ട്. അപ്പോൾ ഏതാ വലുത്? എസ് 120 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എ ബോക്സ് ഈസ് 30 സെൻറ്റിമീറ്റർ വൈഡ് ആൻഡ് അനദർ ഈസ് 50 സെൻറ്റിമീറ്റർ വൈഡ്, വിച്ച് ഈസ് വൈഡർ ആൻഡ് ബൈ ഹൗ മച്ച്? എത്ര അധികം വീതി ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. 30നേക്കാൾ എത്ര അധികം വീതി ഉണ്ട്? 50 എന്ന് പറയുമ്പോൾ 20 സെൻറ്റിമീറ്റർ അധികം ഉണ്ടല്ലോ. 30നേക്കാൾ 20 അധികമാണ് 50. സോ 20 സെൻറ്റിമീറ്റർ വൈഡ്. ഇഫ് യു ഡബിൾ ദ ലെങ്ത് ഓഫ് 15 സെൻറ്റിമീറ്റർ റൂളർ, വാട്ട് ഈസ് ഇറ്റ്സ് ന്യൂ ലെങ്ത്? നിങ്ങൾ 15 സെൻറ്റിമീറ്ററിലൊരു സ്കെയില് ഡബിൾ ആക്കി, എന്നാൽ പിന്നെ 15 കൂട്ടി. 15 എത്രയാണ് വരിക? 30. നെക്സ്റ്റ്, ഇഫ് എ ടേബിൾ ഈസ് 1 മീറ്റർ ലോങ്, ബൈ
ഹൗ മെനി സെൻറ്റിമീറ്റേഴ്സ് ഈസ് ദാറ്റ്? 1 മീറ്റർ ലോങ് ഉള്ള ടേബിൾ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? യെസ്, 100 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദീസ് ഐറ്റംസ് ഈസ് അബൌട്ട് 1 മീറ്റർ ലോങ്? ഇതിലേതാണ് ഏകദേശം 1 മീറ്റർ ഉണ്ടാവുക? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. പെൻസില്, ബുക്ക്, റൂളർ, ബെഡ്, ഏതായിരിക്കും? ഇതൊക്കെ ചെറിയതാണ്, 1 മീറ്ററൊന്നും നീളം ഉണ്ടാവാൻ സാധ്യതയില്ല. ബെഡാണ് അതിൽ കുറച്ച് വലുതുള്ളത്, അപ്പോൾ ബെഡാണ് കറക്റ്റ് ആൻസർ. പിന്നെ നമ്മളിതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലൊരു കാര്യം ചോദിച്ചിരുന്നു, 2000 മീറ്ററാണോ 2 കിലോമീറ്ററാണോ വലുതെന്ന്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ മനസ്സിലാവും, 1000 മീറ്ററാണ് 1 കിലോമീറ്റർ അല്ലേ. അപ്പോൾ 2000 മീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെയും 2 കിലോമീറ്റർ വരുന്നു, ഇവിടെയും 2 കിലോമീറ്റർ വരുന്നു. രണ്ട് സൈഡും 2 കിലോമീറ്റർ ആയതുകൊണ്ട് നമ്മൾ ഈക്വൽ ടു സിമ്പിളാണ് ഇടുക അല്ലേ. ഈ 2 കിലോമീറ്റർ ഈക്വൽ ടു 2000 മീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വെയിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.